രാവിലത്തെ മഴയും ആ മഞ്ഞും ഒക്കെ കാരണം കൊണ്ട് തന്നെ ഇന്ന് ഒട്ടും തന്നെ എണീക്കാനായിട്ട് തോന്നിയില്ല കേട്ടോ. കുറച്ചധികം നേരം ഇന്നിങ്ങനെ മൂടി പുതച്ച് കിടക്കുകയായിരുന്നു. എന്നാലും ശല്യമായിട്ട് നമ്മുടെ ഫോണിൻ്റെ അലാം സൗണ്ടുള്ള കാരണം അധികം അങ്ങോട്ട് സുഖം പിടിച്ച് കിടക്കാനായിട്ട് പറ്റിയില്ല. അപ്പോൾ നമ്മൾ സമയത്ത് തന്നെ എഴുന്നേറ്റു. രാവിലെ ഒരു 7 മണിയായപ്പോഴേക്കും ഞാൻ പൊന്തി കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് കിടക്കാം. അതിന് മുമ്പ് നമ്മുടെ ചാനലിലോട്ട് എല്ലാവർക്കും സ്വാഗതം. വെൽക്കം ബാക്ക് ടു യെറ്റ് അനദർ എപ്പിസോഡ് ഓഫ് ഐശ്വര്യ വേണുഗോപാലൻസ് അരങ്ങേറ്റം. ഇത്ര നേരം ഇരുട്ടായിരുന്നില്ലേ, നമ്മളിതാ വെളിച്ചത്തിലോട്ട് വന്നിട്ടുണ്ട് കേട്ടോ. എൻ്റെ റൂമിൽ മഴക്കാലവും കൂടി ആയത് കാരണം കൊണ്ട് തന്നെ അത്യാവശ്യം ഇരുട്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ വീഡിയോയിൽ ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ട് ഞാൻ ലൈറ്റൊക്കെ ഇട്ടു. അപ്പം ഞാൻ തലേ ദിവസം കുറച്ച് കമ്മലും, കുറച്ചൊന്നുമില്ല, ഇട്ട കമ്മലും അതേപോലെ തന്നെ വളകളൊക്കെ എൻ്റെ കിടക്കുന്നതിൻ്റെ തലയുടെ സൈഡിലായിട്ടാണ് രാത്രി ഊരി വെച്ച് കിടക്കുക. അപ്പം ഞാൻ അതൊക്കെ തിരിച്ച് പഴയ സ്ഥാനത്തൊക്കെ വെക്കുകയാണ് കേട്ടോ. അല്ലെങ്കിൽ നമ്മുടെ സാധനം നമുക്ക് തിരിച്ച് കിട്ടില്ല. നിങ്ങൾക്ക് ഇങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ടോ? നമ്മുടെ റൂമിലെ സാധനം നമ്മൾ വെക്കാറുള്ള സ്ഥിരം പ്ലേസിലുണ്ടായിട്ടും അത് മര്യാദയ്ക്ക് ഓർഗനൈസ് ചെയ്ത് വെച്ചില്ലെങ്കിൽ അത് പിന്നെ തപ്പണ നേരത്ത് നമുക്ക് കിട്ടാറില്ല. എനിക്കങ്ങനെ അനുഭവം ഉണ്ടാവാറുണ്ട് കേട്ടോ. അത് കാരണം കൊണ്ട് തന്നെ എൻ്റെ കുറേ ഐറ്റംസ് പോയിട്ടുണ്ട്. പക്ഷേ എല്ലാം ഈ റൂമിൽ തന്നെ ഉണ്ടാവും എന്നൊരു ധൈര്യത്തോടു കൂടിയാണ് ഞാൻ ഇരിക്കുക. പക്ഷെ തപ്പുമ്പോൾ ഒന്നും കിട്ടാറുമില്ല. പിന്നെ രാവിലെ എഴുന്നേറ്റ ഉടനെ എൻ്റെ അടുത്ത പരിപാടിയാണ് ജനലൊക്കെ തുറന്നിടുക കേട്ടോ. ജനൽ തുറന്നപ്പോൾ ഇപ്പോൾ കാലാവസ്ഥ കൊണ്ട് ഒരു മഴക്കാലം കൂടിയല്ലേ, അത് കാരണം കൊണ്ട് തന്നെ നല്ല തണുത്ത കാറ്റാണ് കേട്ടോ റൂമിലാകെ. പിന്നെ എൻ്റെ വീട് ഓടിട്ടതാണ്, അത് കാരണം കൊണ്ട് തന്നെ ഇവിടെ അല്പം തണവും ഏറെ കൂടുതലാണ്. ഇനി എൻ്റെ നെക്സ്റ്റ് പരിപാടി, ഇന്ന് നമുക്ക് ചെയ്യാനുള്ള കുറച്ച് കാര്യങ്ങൾ, ഇന്നത്തെ ഡൂ ലിസ്റ്റ് എഴുതലാണ് കേട്ടോ. എല്ലാ ദിവസമൊന്നും ഞാൻ അങ്ങനെ എഴുതാറില്ല, എന്നാലും ചില ദിവസം ഇങ്ങനെ ഡൂ ലിസ്റ്റ് പോലെ എഴുതി വയ്ക്കാറുണ്ട്. കുഞ്ഞു ഡയറി പോലെ അങ്ങോട്ട് വിശദീകരിച്ച് എഴുതല്ല, ഒരു 4-5 പോയിന്റുകൾ ഇന്ന് ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യാം, അങ്ങനെ ഒരു വിധത്തിൽ ഞാൻ എഴുതാറുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ ഡൂ ലിസ്റ്റൊക്കെ എഴുതി. നമ്മൾ എഴുതി വെച്ച കാര്യങ്ങൾ എപ്പോഴും അങ്ങോട്ട് പ്രാക്ടിക്കൽ ആവാറില്ല കേട്ടോ. ചിലതൊന്നും നടക്കും, ചിലതൊന്നും നടക്കില്ല. അങ്ങനെ 2 വള്ളത്തിൽ ചവിട്ടണ പോലെയാണ് ചില ദിവസങ്ങളിലൊക്കെ അവസ്ഥ വരാറ്. ഞാൻ പറഞ്ഞില്ലേ, കുഞ്ഞു പോയിൻറ്റ്സ് ഇത്രയേ ഉണ്ടാവുള്ളൂ നമ്മുടെ ഡൂ ലിസ്റ്റ്. ഇനി നെക്സ്റ്റ് പരിപാടി നമ്മുടെ പുതപ്പ് മടക്കി വെക്കലാണ്. ഞാൻ വലിയ കാര്യമായിട്ട് അങ്ങനെ മടക്കില്ല, ജസ്റ്റ് ഒന്ന് ഒരൊറ്റ ഫോൾഡിങ്, അത് കഴിഞ്ഞ് ഇങ്ങനെ വെക്കും. പിന്നെ എൻ്റെ റൂം ഇത്തിരി എന്താ പറയുക, വീതി കുറഞ്ഞ റൂമാണ്. വീടെന്ന് പറയുന്നത് പണ്ടത്തെ ഒരു ടൈപ്പ് വീടാണ് കേട്ടോ. അപ്പോൾ അന്നത്തെ ടൈപ്പ് വീടുകളിലൊക്കെ ബെഡ്റൂംസ് അധികം വലിപ്പം ഉണ്ടാവില്ല, ചെറിയ ബെഡ്റൂംസും വലിയ അറയങ്ങളൊക്കെയും. അപ്പോൾ ആ ഒരു ടൈപ്പ് റൂമാണ് എൻ്റെ. അപ്പോൾ എൻ്റെ കട്ടിലെന്ന് പറയുന്നത് സിംഗിളല്ല, അത്യാവശ്യം ഒരു ക്യൂൺ സൈസുമാണ്. അപ്പോൾ അതിനകത്ത് ഇടുമ്പോൾ ആ റൂം ഫുള്ളായ പോലെയാണ് ഫീല് വരിക. പിന്നെ എൻ്റെ പരിപാടി എന്ന് പറയുന്നത് വെള്ളം കുടിക്കലാണ്. ഞാൻ തലേ ദിവസം രാത്രി തന്നെ കുറച്ച് വെള്ളമൊക്കെ കൊണ്ടുവയ്ക്കും കേട്ടോ. അപ്പോൾ രാത്രി കുടിക്കും, അത് കഴിഞ്ഞ് രാവിലെ എണീറ്റ് ബാക്കിയുള്ള വെള്ളം കുടിച്ച് അവസാനിപ്പിക്കും. എന്നിട്ട് നമ്മൾ പല്ല് തേക്കാനും മുഖം കഴുകാനും ഒക്കെ പോയിക്കാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ തലക്കാകെ അലമ്പായി കിടക്കുകയാണ്. ഞാൻ ഈ അടുത്താണ് പോയിട്ട് ലെയർ കട്ട് ചെയ്തത്. അപ്പം ലെയർ കട്ട് ചെയ്തപ്പം ഫ്രണ്ടിലും അവിടെ കൂടി അല്ലെങ്കിൽ എൻ്റെ സാധാ മുടി, അതായത് ഒരു കട്ടുമില്ലാണ്, തുമ്പ് മാത്രം വെട്ടിയിരുന്ന മുടിയായിരുന്നു. അപ്പം ഞാൻ എന്നും മെടഞ്ഞിട്ട് കിടക്കുമ്പോൾ മര്യാദയ്ക്ക് അവിടെ നിന്നൊന്നും മുടികൾ ചാടാതെ നേരെ നിന്നോർന്നു കേട്ടോ. ഇപ്പോൾ എന്ന് പറയുന്നത് ലെയർ വെട്ടിയപ്പോൾ അവിടെ നിന്നും ഇവിടെ നിന്നൊക്കെ മുടി നല്ല ചാട്ടാണ്. അപ്പോൾ എന്തായാലും മുടി ഒന്ന് കെട്ടി വയ്ക്കാമെന്ന് വെച്ചു. രാവിലെ എഴുന്നേറ്റ ഉടനെ മുടി അഴിച്ചിട്ടാൽ എനിക്ക് എൻ്റെ തല ഭയങ്കര ചൊറിച്ചിലാണ് കേട്ടോ. നിങ്ങൾക്കൊക്കെ ഇങ്ങനെ അനുഭവം ഉണ്ടാവാറുണ്ടോ? ഭയങ്കര ചൊറിച്ചിൽ, കാണുമ്പോൾ മസാജ് ചെയ്യാമെന്നാണ് തോന്നുന്നതെങ്കിലും ഞാൻ അത് ചൊറിഞ്ഞിരിക്കുകയാവും. പക്ഷേ നമുക്ക് ഇന്ന് അമ്മേനെ സഹായിക്കാനുണ്ട് കുറച്ച്. എനിക്ക് ഇന്നൊരു പലഹാരം ഉണ്ടാക്കണം, അപ്പോൾ ഞാൻ നന്നായി ഉണ്ടാക്കുകയും ചെയ്യും. അത് കാരണം കൊണ്ട് തന്നെ നമുക്ക് വേഗം ഈ പരിപാടി അവസാനിപ്പിച്ചിട്ട് ആ പരിപാടിയിലോട്ട് കിടക്കാം കേട്ടോ. അപ്പം ഞാൻ എന്തായാലും മുടി കെട്ടി വയ്ക്കുകയാണ്. ഞാൻ നെറുകന്തലയിലാണ് മുടി കെട്ടി വയ്ക്കാറ്. അവിടെ കെട്ടി വയ്ക്കുമ്പോൾ എനിക്ക് എന്താ പറയുക, കിടക്കാനായാലും ഇരിക്കാനായാലും ഒക്കെ നല്ല സുഖമുള്ള പോലെ തോന്നിയിട്ടുണ്ട് കേട്ടോ. അല്ലെങ്കിൽ തലയുടെ ബാക്കിലാവുമ്പോൾ മുടിയുടെ ഒരു ശല്യം ഉള്ള പോലെയൊക്കെ ഫീൽ അടിക്കാറുണ്ട്. അത് കാരണം ഞാൻ എപ്പോഴും നിറയിലാണ് മുടി കെട്ടി വയ്ക്കാറ്, അല്ലെങ്കിൽ ഞാൻ മെടഞ്ഞിടും കേട്ടോ. അപ്പം ഞാൻ ചീർപ്പൊക്കെ കൊണ്ടുവച്ചിട്ട് നമുക്ക് നേരെ അടുക്കളയിലോട്ട് പോവാം കേട്ടോ.
വേറൊരു കാര്യം കൂടി ഓർമ്മിപ്പിക്കാം, നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. പിന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട ഒരു ലൈക്ക് ചെയ്യുക, പിന്നെ ഒരു കമൻറ്റും കൂടി ചെയ്യുക കേട്ടോ. അപ്പോൾ എന്തായാലും അത് മറക്കരുത്. അപ്പം ഞാൻ അകത്തേക്ക് ചീർപ്പ് കൊണ്ടുവച്ചിട്ട് ഒരു ക്ലിപ്പ് കുത്താൻ പോയതാട്ടോ. ഈ ക്ലിപ്പ് നല്ല ബട്ടർഫ്ലൈയുടെ ആണ് കേട്ടോ. ശരിക്കും മുടി അഴിച്ചിട്ട് കുറച്ച് മുടി എടുത്ത് ബാക്കിൽ ഒന്ന് ചെറിയ രീതിയിൽ ക്ലിപ്പിങ്ങിനൊക്കെ ഈ ക്ലിപ്പ് ഇട്ടാൽ നല്ല ഭംഗിയാവും കേട്ടോ. ബാക്കിലൊരു ബട്ടർഫ്ലൈ ഫീലാണ്. ഇതൊരു ബട്ടർഫ്ലൈ ക്ലിപ്പാട്ടോ, ഞാൻ പൂരപ്പറമ്പിൽ നിന്ന് വാങ്ങിയതാണ്. നല്ല ഭംഗിയുള്ളൊരു ക്ലിപ്പാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ മൈക്ക് കൊണ്ടുവന്നേക്കാണ്. ഞാൻ മൈക്ക് എടുത്ത് നേരെ വോയിസ് ഓവർ അല്ലാണ്ട് നേരെ മൈക്കൊക്കെ കുത്തി ഡയറക്റ്റ് വീഡിയോ ചെയ്താലോ എന്നൊക്കെ ഞാൻ വിചാരിച്ചു. പക്ഷേ എൻ്റെ മണ്ടത്തരം കൊണ്ട് ഞാൻ മൈക്ക് ചാർജ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ചാർജ് ഇല്ലാത്ത മൈക്കും കൊണ്ടാണ് നിൽക്കുന്നത്. അത് അങ്ങനെ ചാർജ് ചെയ്യാനിട്ടിട്ട് ഞാൻ അടുക്കളയിലോട്ട് വന്നു കേട്ടോ. ആദ്യം തന്നെ നമുക്ക് ശംഖുപുഷ്പത്തിൻ്റെ വെള്ളം കുടിക്കാം കേട്ടോ. ഈ അടുത്തെന്ന് പറയാൻ പറ്റില്ല, ഒരു 1.5 കൊല്ലം മുമ്പ് ട്രെൻഡായതാണ് ബ്ലൂ ടീ എന്നൊക്കെ പറയില്ലേ, നീല ശംഖുപുഷ്പത്തിൻ്റെ വെള്ളം. അപ്പം ഞാൻ ഇതെങ്ങനെ പരിപാടി വെച്ചാൽ, തലേ ദിവസം ഒരു 5:30-6 മണിക്കുള്ളിൽ സന്ധ്യ നേരത്ത് ഈ വെള്ളം ഒന്ന് തിളപ്പിച്ച്, അതായത് 2 കപ്പ് വെള്ളത്തിൽ ഒരു 5-6 നീല ശംഖുപുഷ്പം ഇട്ട് തിളപ്പിക്കും. എന്നിട്ട് പിറ്റേ ദിവസം മോർണിംഗ് രാവിലെ വെറും വയറ്റിൽ ഞാൻ കുടിക്കാറുണ്ട് കേട്ടോ. ഈ ഒരു വലിയ കപ്പ്, അതായത് ഒരു 1.5 ഗ്ലാസിൻ്റെ കപ്പാണിത്. ഗ്ലാസ്സിൽ നോക്കുമ്പോൾ 1.5 ഗ്ലാസ്സാണ്. അപ്പോൾ അത് ഫുള്ള് ഞാൻ കുടിച്ച് തീർക്കും. അതായത് 2 ദിവസത്തേക്ക് വേണ്ടിയുള്ള ശംഖുപുഷ്പമാണ് കേട്ടോ. ശംഖുപുഷ്പത്തിൻ്റെ വെള്ളമാണ് ഞാൻ ഉണ്ടാക്കി വെക്കാറ് കേട്ടോ. നമ്മുടെ രക്തം ശുദ്ധീകരിക്കാൻ, വയറ് കുറയാൻ, വണ്ണം കുറയാൻ, അങ്ങനെ കുറേ ബെനിഫിറ്റുള്ള സാധനമാണ്. സ്കിന്നിന് അതിനൊക്കെ വളരെ നല്ലതാണ് കേട്ടോ ഈ ശംഖുപുഷ്പം. ഞാനിപ്പോൾ അടുക്കളയിൽ വന്ന് കുറച്ച് നേരം ഈ വെള്ളമൊക്കെ കുടിച്ച് നിൽക്കുന്ന കാരണം അമ്മ പിന്നെ ഈ പലഹാരത്തിലോട്ട് അധികം നോട്ടം എത്തിയില്ല കേട്ടോ അമ്മയുടെ. അപ്പം ഞാൻ തുറന്നു നോക്കിയത് നന്നായി, അത് ജസ്റ്റ് ഒന്ന് കരിയാറായിരുന്നു. അപ്പോൾ ഞാൻ വേഗം അത് മാറ്റി അടുത്തത് ഒഴിക്കുകയാണ് കേട്ടോ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വെള്ളയപ്പമാണ്. വെള്ളയപ്പം എന്തത്ര വലിയ കാര്യം വെള്ളയപ്പത്തിന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും അല്ലേ. പണ്ടൊക്കെ എൻ്റെ വീട്ടിൽ അങ്ങനെ പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കൽ കുറവാണ്. ഞങ്ങൾ ശനിയാഴ്ച അങ്ങനെ പൊതുവേ ശനിയാഴ്ച ഇല്ല, ഓണത്തിന് ഉത്രാടം, തിരുവോണം അങ്ങനെയുള്ള ദിവസങ്ങളിൽ, ക്രിസ്മസിന്, പിന്നെ ഞങ്ങളുടെ ഷഷ്ടിക്ക്, അതായത് പൂരത്തിന്, ഞങ്ങളുടെ നാട്ടിലത്തെ പൂരത്തിന്, അങ്ങനെ ചില പ്രത്യേക ദിവസങ്ങളിൽ, പിന്നെ മാസത്തിൽ 2-3 ഞായറാഴ്ചകളിൽ, അതേപോലെ തന്നെ എൻ്റെ ബന്ധുക്കളൊക്കെ വരില്ലേ, കസിൻസൊക്കെ ഇങ്ങനെ നിൽക്കാനായിട്ട് അമ്മായിമാർ വരുമ്പോഴൊക്കെയാണ് ഇവിടെ പലഹാരം പൊതുവേ ഉണ്ടാക്കാറ് കേട്ടോ. അപ്പോഴും അങ്ങനെ ഉണ്ടാക്കുകയാണെങ്കിലും ഇഡ്ഡലി, പുട്ട്, ഈ 2 സാധനങ്ങളാണ് പൊതുവെ. വെള്ളയപ്പം ഇവിടെ അധികം ടച്ചില്ലാത്ത കാര്യങ്ങളായിരുന്നു. അച്ചമ്മയായിരുന്നു ഇവിടെ പലഹാരം ഉണ്ടാക്കുക. അമ്മ അധികം അടിച്ചു വാരുക, തുടയ്ക്കുക, അങ്ങനത്തെയൊക്കെ പരിപാടിയിലായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഇവിടെ അച്ചമ്മ അധികം, അത് മാത്രമല്ല ഇവിടെ നിറച്ച ആൾക്കാരാണ്, ഞങ്ങളൊരു കൂട്ടുകുടുംബം സെറ്റപ്പുമാണ്. അപ്പോൾ ഇത്ര പേർക്കുള്ള അതും ഞങ്ങളെല്ലാവരും നന്നായി കഴിക്കുകയും ചെയ്യും കേട്ടോ. ഇത്ര പേർക്ക് ഇരുന്ന് വെള്ളയപ്പം വട്ടം ചുറ്റി ഉണ്ടാക്കുക എന്ന് പറയുന്നത് അന്നൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുമായിരുന്നു. അന്നൊന്നും ഗ്യാസും ഉണ്ടായിരുന്നില്ല, ഫുൾ അടുപ്പുമ്മയാണ്. അപ്പോൾ ഇഡ്ഡലി ആകുമ്പോൾ ഒറ്റ ട്രിപ്പിന് പരിപാടി കഴിയും. പുട്ടാണെങ്കിലും ഒരു കുറ്റിയിൽ 3-4 കഷ്ണമൊക്കെ സെറ്റാക്കാനായിട്ട് പറ്റും. അങ്ങനെ അപ്പോൾ അത് കാരണം വെള്ളയപ്പം ഒന്നും അങ്ങനെ ഉണ്ടാക്കില്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഈ പരിപാടികൾക്ക്, അതായത് കല്യാണ റിസപ്ഷൻ, നമ്മൾ ടീ പാർട്ടി എന്നൊക്കെയാണ് പണ്ട് പറയുക, ഇപ്പോഴാണ് ഇതിനെ റിസപ്ഷൻ എന്ന് പറയാം. ആ ടൈമിലൊക്കെ അന്നൊക്കെ കട്ട്ലേറ്റ് കിട്ടും, വെള്ളയപ്പം കിട്ടും, ഫ്രൈഡ് റൈസൊക്കെ കിട്ടും കേട്ടോ. ഞാനാച്ചാൽ പണ്ടൊന്നും ഈ ബിരിയാണി, ഫ്രൈഡ് റൈസ്, കട്ട്ലേറ്റ് ഇങ്ങനത്തെ ഐറ്റംസ് ഒന്നും കഴിക്കില്ല. ഞാനാകെ ഈ വെള്ളയപ്പം മാത്രമേ കഴിക്കുള്ളൂ. വെള്ളയപ്പവും ചിക്കനും, അല്ലെങ്കിൽ വെള്ളയപ്പവും എന്താ പറയുക സ്റ്റൂ, വെള്ളയപ്പം ഉരുളൻകിഴങ്ങ് സ്റ്റൂ, അങ്ങനത്തെ 2 സാധനങ്ങളൊക്കെ ഞാൻ കഴിക്കുള്ളൂ. അപ്പോൾ എനിക്കാച്ചാൽ ഈ വെള്ളയപ്പം ഭയങ്കര ജീവനാണ്, പക്ഷേ വീട്ടിലുണ്ടാക്കില്ല. അത് കഴിഞ്ഞിട്ട് കുറച്ച് വർഷങ്ങൾക്ക് കഴിഞ്ഞപ്പോഴാണ് വീട്ടിൽ വെള്ളയപ്പം ചട്ടി ഉണ്ടാക്കി തുടങ്ങി. വെള്ളയപ്പം ചട്ടി ഉണ്ടാക്കലേ വീട്ടിൽ വെള്ളയപ്പം ചട്ടി വാങ്ങിയത്. അന്നാച്ചാൽ ആദ്യം വാങ്ങിയ ചട്ടി ഇരുമ്പ് ചട്ടിയായിരുന്നു. അതെന്ന് പറയുന്നത് ഞാനൊക്കെ ഒരു 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ വീട്ടിൽ ആർക്കും ശരിക്കും ഇതിൻ്റെ റേഷ്യോ എങ്ങനെയാണ്, ഉണ്ടാക്കേണ്ടത് എങ്ങനെയാണെന്നൊന്നും അറിയില്ല. എന്നിട്ട് ഞാൻ എൻ്റെ ക്ലാസ്സിലൊരു കുട്ടിയോട് അവളുടെ അമ്മയോട് ചോദിക്കാൻ പറഞ്ഞ് അവളുടെ അമ്മ വഴി ഞാൻ അറിഞ്ഞ് എന്നിട്ടാണ് ആ ചട്ടിയിൽ ഉണ്ടാക്കിയത് കേട്ടോ. അതും തലേ ദിവസം നമ്മൾ അന്നൊന്നും ഇപ്പോൾ പാക്കറ്റിൽ ഈ പൊടിയൊന്നും വാങ്ങാൻ കിട്ടുമെങ്കിൽ ഞങ്ങൾ വാങ്ങാറില്ല. അപ്പോൾ ഈ വറുത്ത് കൊടുന്ന അരിപ്പൊടി ഇങ്ങനെ നന്നായി അരിച്ചെടുത്തിട്ടൊക്കെയാണ് വെള്ളയപ്പം ഉണ്ടാക്കി വരുന്നത്.
അതൊക്കെ ഒരു കാലം. അതും അന്ന് ഇരുമ്പ് ചട്ടിയിൽ ഈ വെള്ളയപ്പം കറക്കുക എന്ന് പറയുന്നതൊക്കെ ഭയങ്കര ഡിഫിക്കൾട്ടായിരുന്നു. കാരണം രണ്ട് കയ്യിലും കക്കല, അതായത് ഒരു തുണി നമുക്ക് ഈ ചൂട് കൈമ തട്ടാണ്ടിരിക്കുക. ഞങ്ങൾ തൃശ്ശൂർക്കാർ ഇവിടെ കൈക്കല കക്കല എന്നൊക്കെ പറയാം. അത് വെച്ച് ഭയങ്കര വെയിറ്റുമാണ് ഇത് വട്ടം ചുറ്റൽ. എനിക്ക് ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ ഞാൻ തന്നെ ഫുള്ളായിട്ട് ചെയ്യണം എന്നൊക്കെയായിരുന്നു. അങ്ങനെ അതൊക്കെ ഒരു കാലം. എന്നിട്ട് ഈ അടുത്താണ് ഞങ്ങൾ നോൺ സ്റ്റിക്ക് വാങ്ങലും. പിന്നെ ഇപ്പം അച്ഛമ്മയും അച്ചാച്ചനൊക്കെ മരിച്ചു പോയി, വീട്ടിലെ അംഗങ്ങൾ കുറഞ്ഞു. അപ്പം അത് മാത്രമല്ല, ഇപ്പോൾ ഇടയ്ക്കിടയ്ക്കൊക്കെ പലഹാരങ്ങൾ ഉണ്ടാക്കി തുടങ്ങി കേട്ടോ. അപ്പോൾ അമ്മയൊക്കെ വെച്ചാൽ ചോറിനെക്കാട്ടും ചില ദിവസങ്ങൾ മിക്ക ശനി ഞായറൊക്കെ പലഹാരം ഉണ്ടാക്കി തരും. അധികം ഇഡ്ഡലിയും ദോശയാണ്. എന്നാലും വെള്ളയപ്പം ഉണ്ടാക്കുന്ന ദിവസങ്ങളിൽ ഞാനും പോയി സഹായിക്കും കേട്ടോ. അപ്പോൾ ഉണ്ണിയും വന്നിട്ടുണ്ട്. ഉണ്ണി അങ്ങനെ വെള്ളയപ്പം ഉണ്ടാക്കിയില്ല. അവൾക്ക് അധികം പലഹാരത്തിനെക്കാട്ടും ചോറാണ് ഇഷ്ടം. എനിക്ക് വെച്ചാൽ നേരെ ഓപ്പോസിറ്റാണ്, ചോറിനെക്കാട്ടും പലഹാരമാണ് ഇഷ്ടം. ഞാൻ 3 നേരവും വേണമെങ്കിൽ പലഹാരം കഴിക്കും, ചോറ് വേണ്ട. അവൾക്ക് വെച്ചാൽ നേരെ തിരിച്ചാണ്. അവൾ ഒരു വെള്ളയപ്പമൊക്കെ കഴിക്കുക വെച്ചാൽ കുറച്ച് കഴിഞ്ഞ് വീണ്ടും ചോറ് എടുത്തുണ്ണും. അവളൊരു ചോറ് ജീവി, ഞാൻ ഒരു പലഹാര ജീവിയാണ്. അങ്ങനെ വെള്ളയപ്പം ഇവിടെ കിടന്നാവട്ടെ. ഞാനപ്പോൾ രാവിലെ ഉണ്ണി എന്താണ് ഫുഡ് അങ്ങനെയൊക്കെ നോക്കാൻ അടുക്കളയ്ക്ക് വരും കേട്ടോ. ഞാനും അങ്ങനെയൊക്കെ വരാറുണ്ട്. പക്ഷെ ഇന്ന് ഞാൻ ഉണ്ടാക്കണ കാരണം ഞാനിവിടെ നിൽക്കുന്നേ ഉള്ളൂ. അപ്പം ഞങ്ങളിങ്ങനെ അവിടെ പോകുന്നു. ഞങ്ങളിങ്ങനെ വർത്താനം പറഞ്ഞ് രാവിലെയൊക്കെ നിൽക്കാറുണ്ട് കേട്ടോ. അങ്ങനെ ഇപ്പോൾ നമ്മുടെ വെള്ളയപ്പൊക്കെ സ്ഥിര സാന്നിധ്യമായി. കൊറോണ ടൈമിൽ ഇവിടെ, അതായത് കോവിഡ് ടൈമിൽ നിറസാന്നിധ്യമായിരുന്നു വെള്ളയപ്പം. അമ്മ അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഉരുളൻകിഴങ്ങ് കറി വെക്കുക വെച്ചു. നോക്കിയപ്പോൾ ഉരുളൻകിഴങ്ങ് കുറവുള്ളൂ. അപ്പോൾ കുറച്ച് കായ് ഇരിക്കുന്നുണ്ടായിരുന്നു, അതും ചെറുതായി നുറുക്കുകയാണ് അമ്മ. എന്നിട്ട് മസാലക്കറി വെക്കാമെന്നാണ് പറയണത്. ഉരുളൻകിഴങ്ങും അതേപോലെ തന്നെ കായും സബോളയൊക്കെ ഇട്ടിട്ട് ഒരു മഞ്ഞക്കറി അല്ല കേട്ടോ, ഒരു റെഡിഷ് കളറുള്ള ഇറച്ചിക്കറി പോലത്തെ ഒരു കളർ വരില്ലേ, അതാണ്. എനിക്ക് പൊതുവേ ഈ എരിവുള്ള കറികൾ അത്ര ഇഷ്ടമല്ല. ഞാൻ അധികം എരിവ് കുറഞ്ഞ, പക്ഷെ പച്ചമുളക് ഇട്ട കറി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പക്ഷേ എനിക്ക് മുളക് പൊടി ഇട്ട കറികൾ അധികം ഇഷ്ടമില്ല, ഭയങ്കര എരിഞ്ഞ ഒരു ഇതാണ്. അപ്പം ഞാനിന്ന് മുടിമ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഹെയർ മാസ്കോ എന്തെങ്കിലുമൊക്കെ ചെയ്യണം, കുറേ നാളായി. പിന്നെ മഴക്കാലമാണ്, നല്ല തണവായ കാരണം ഞാൻ എൻ്റെ തലയമ്മയ്ക്ക് അധികം നോട്ടും ഉണ്ടായിരുന്നില്ല, വെറുതെ എണ്ണ തേച്ച് കുളിക്കാറാണ് പതിവ്. അപ്പം ഞാൻ ഇന്ന് കുനിഞ്ഞിന്ന് ആ കത്തിയാണ് ആ ഗ്യാസിൻ്റെ അവിടെ നിന്ന് എടുക്കണ്ടായിരുന്നത് കേട്ടോ. അതിന് ശേഷം ഞങ്ങളുടെ മുറ്റത്തായിട്ട് കുറച്ച് കൊറോണ ടൈമിൽ തന്നെയാണ് കേട്ടോ ഈ കറ്റാർവാഴ ഞാൻ നട്ടത്. അങ്ങനെ ഇപ്പോൾ 2, 3, 4 വർഷമൊക്കെ ആയിട്ടുണ്ട്. അത് കാരണം നല്ല തഴച്ച് വളർന്ന കറ്റാർവാഴയാണ് കേട്ടോ. അപ്പം ഞാൻ അതിൽ നിന്ന് വലിയൊരു തണ്ട് മുറിച്ചെടുത്തു. ഇതിന് കറയുണ്ടാവും കേട്ടോ, നമ്മൾ മുറിച്ചെടുത്ത ഉടനെ തന്നെ തുമ്പത്ത് കറയുണ്ടാവും. അപ്പോൾ ആ കറയൊക്കെ നമ്മൾ കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെക്കണം. അപ്പോൾ ഇതുമ്പോൾ കുറച്ച് ഇലയൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു, ഞാൻ അതൊക്കെ കഴുകി കളയാണ്. എന്നിട്ട് ഇതിനെ നമുക്ക് കുറച്ച് നേരം വെള്ളത്തിൽ ഇട്ട് വെക്കാം കേട്ടോ. പോയ പോക്കങ്ങ് പോയി എന്ന് വെച്ചിട്ടാ തോന്നുന്നു. അമ്മ വീണ്ടും വെള്ളയപ്പത്തിലോട്ട് ദൃഷ്ടി കൊണ്ടുവന്നിരുന്നു കേട്ടോ. അമ്മ അപ്പം അത് മറിച്ചിട്ടിട്ട് അടുത്ത മാവ് ഒഴിച്ചിരുന്നു. അങ്ങനെ അപ്പോൾ അവിടെ അടുപ്പത്ത് ചോറാവുകയാണ്. ആ കലത്തിന് മുകളിലൊരു വെള്ളം എന്ന് പറയുന്നത്, ഞങ്ങളെല്ലാവരും ചൂടുവെള്ള പ്രേമികളാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും കുളിക്കണമെങ്കിൽ ചൂടുവെള്ളം വേണം. അതുമാത്രമല്ല, ഈ മഴക്കാലത്ത് എന്ന് പറയുമ്പോൾ ഒട്ടും തണുത്ത വെള്ളത്തിൽ കുളിക്കൽ ഇവിടെ അത്ര പോസിബിളായിട്ടുള്ള കാര്യമല്ല കേട്ടോ. അത് നിങ്ങൾക്ക് തോന്നുന്നത് എന്താ മൂന്നാറോ മറ്റോ ആണോ തണുവിൻ്റെ കേസെന്ന്. എൻ്റെ വീട്ടിൽ വെള്ളം ഭയങ്കര തണവാണ്. ഒരു ഉച്ച ഒക്കെ ആകുമ്പോഴും ഭയങ്കര തണവാണ്. പക്ഷേ വേനൽക്കാലമൊക്കെ വെച്ചാൽ ഇവിടെ പെട്ടെന്ന് വെള്ളം ചൂടാവുകയും ചെയ്യും. അങ്ങനത്തെ ഒരു കാലാവസ്ഥയാണ്. എന്താണെന്നറിയില്ല, കുറച്ച് ഞങ്ങളുടെ ഒരു ഗ്രാമത്തിൽ മാത്രം ഇങ്ങനത്തെ ഒരു പ്രത്യേകതയുണ്ട് കേട്ടോ. അപ്പോൾ അമ്മ കറിക്കുള്ള കുക്കറൊക്കെ കയറ്റിയിട്ടുണ്ട് കേട്ടോ. ഞാനിനി എന്തായാലും അമ്മയ്ക്ക് അടുക്കള വിട്ടു കൊടുത്തിട്ട് ബാക്കി പരിപാടിയൊക്കെ അമ്മ ചെയ്തോട്ടെ വെച്ചിട്ട് എന്തായാലും തലയിൽ കുറച്ച് ഓയിൽ തേക്കാം കേട്ടോ. നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ തേക്കാം. ഞാൻ ഇവിടെ കാച്ചിയ വെളിച്ചെണ്ണയാണ് പൊതുവെ ഉപയോഗിക്കാറ്, പക്ഷേ അത് കഴിഞ്ഞിരിക്കുകയാണ് കേട്ടോ കാച്ചിയ വെളിച്ചെണ്ണ. പുതിയ സെറ്റ് കാച്ചേണ്ടിയിരിക്കുന്നു. അപ്പം ഞാൻ എന്ത് ചെയ്യുക വെച്ചാൽ പച്ച വെളിച്ചെണ്ണ, സാധാ കോക്കനട്ട് ഓയിലില്ലേ, ശരിക്കും ചക്കിലാട്ടിയ വെളിച്ചെണ്ണ വെച്ചാൽ നല്ലതാണ്. പച്ച അതൊരു ചെറിയ കുപ്പി വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു, അതിപ്പോൾ കഴിയാറായി. ഇപ്പോൾ പിന്നെ 500 രൂപയുടെ അടുത്തായല്ലോ വെളിച്ചെണ്ണയ്ക്കൊക്കെ. അതിപ്പോൾ ഈ അടുത്തൊരു വലിയ വിഷയമായിരുന്നല്ലോ.
എവിടെ മാവേലി സ്റ്റോഴ്സിലൊന്നും ഓണം അടുത്തായല്ലോ, ഓണായിട്ടും വെളിച്ചെണ്ണയൊന്നും സബ്സിഡിക്കില്ല. പേരിന് മാത്രം വെളിച്ചെണ്ണ എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷേ അവിടെയൊന്നും വെളിച്ചെണ്ണ കിട്ടാനില്ല എന്നൊക്കെ പറഞ്ഞ് ഒരു ന്യൂസ് ഞാൻ യൂട്യൂബിൽ കണ്ടിരുന്നു. അപ്പോൾ നമ്മൾ വെളിച്ചെണ്ണ കുറച്ച് മാത്രമാണ് ഉപയോഗിക്കുന്നുള്ളൂ. പിന്നെ എൻ്റെ മുടി അത്രയേ ഉള്ളൂ. ഇപ്പോൾ കുറച്ച് മുടിയുള്ളൂ, തോളിൻ്റെ അവിടുന്ന് കുറച്ച് ഒരു ഇഞ്ചൊക്കെ ഇറങ്ങിയിട്ട മുടിയുള്ളൂ. ഞാൻ അര വരെയുള്ള മുടി വെട്ടിക്കളഞ്ഞിരുന്നു, ഒട്ടും തന്നെ ഉള്ളുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ എന്തായാലും ഹെയർ കെയർ ചെയ്യണം എന്ന ലക്ഷ്യത്തോടെയാണ് മുടി വെട്ടിയത്. പക്ഷെ മഴക്കാലത്ത് നമുക്ക് എല്ലാ ഹെയർ കെയർ ഐറ്റംസും യൂസ് ചെയ്യാൻ പറ്റില്ല. കാരണം നമ്മുടെ അതായത് ഹെയർ കെയർ ആയിട്ടുള്ള ഉലുവ, കറ്റാർവാഴ, തൈര്, ഇതൊക്കെ തണുവുള്ള സാധനങ്ങളാണ്. ഈ തണുവുള്ള സാധനങ്ങൾ നമ്മുടെ തലയിലിട്ടാൽ, അത് മഴക്കാലത്തിട്ടാൽ ഇത്രയും കൂടി നമ്മുടെ തല തണുത്തെന്ന് പറയാൻ പറ്റില്ല, നമുക്ക് ജലദോഷം വരാനുള്ള ചാൻസ് ഉണ്ട്. എനിക്ക് വെച്ചാൽ ഡെയിലി മൂക്കൊലിപ്പുള്ള ആളാണ്. ചില ദിവസങ്ങളിൽ, ഇന്നലെയൊക്കെ എനിക്ക് ജാതി മൂക്കൊലിപ്പായിരുന്നു. ഒന്നരാടെങ്കിലും എനിക്ക് ജലദോഷം വരും. അപ്പോൾ ഞാൻ അങ്ങനെ ഡെയിലി ആഴ്ചയിലൊന്നും ഹെയർ കെയർ ചെയ്യാറില്ല. ഞാൻ മാസത്തിലൊരിക്കലൊക്കെ ചെയ്യാറുള്ളൂ. പക്ഷെ വേനൽക്കാലമൊക്കെ ഞാൻ പലവിധം മാസ്കുകളൊക്കെ തലയിൽ പ്രയോഗിക്കാറുണ്ട്. പക്ഷെ വർഷക്കാലത്ത് ഞാൻ അങ്ങനെ മാസ്ക് പ്രയോഗിക്കാറില്ല കേട്ടോ. ഇന്ന് ഞാൻ ഇടാമെന്ന് വിചാരിച്ചത് കറ്റാർവാഴ പിന്നെ ചെറുള്ളി ഒക്കെ ഇട്ടുള്ള ഒരു മാസ്കാണ് കേട്ടോ. ആ മാസ്ക് ഉണ്ടാക്കുന്നത് ഞാൻ എന്തായാലും കാണിക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ മുടി അഴിക്കുക. അതിന് ശേഷം നമ്മൾ എന്ത് മാസ്ക് ഇടുന്നതിന് മുമ്പും ആദ്യം നമ്മുടെ തലയിൽ നന്നായി ഓയിൽ പുള്ളിങ് ചെയ്യണം കേട്ടോ. ഓയിൽ പുള്ളിങ് എന്ന് പറഞ്ഞാൽ തലയിൽ നന്നായി നമ്മൾ ഏത് എണ്ണയാണോ യൂസ് ചെയ്യണത്, നമ്മുടെ തലയിൽ ഏത് എണ്ണയാണോ യൂസ് ചെയ്യണത്, അതായത് ആവണക്കെണ്ണ, കാസ്റ്റർ ഓയിൽ, ആൽമണ്ട് ഓയിൽ, കോക്കനട്ട് ഓയിൽ, സൺഫ്ലവർ ഇടില്ല അല്ലേ, സോറി ഏത് ഓയിലാണോ നമ്മൾ ഇടുന്നത്, കടുകെണ്ണ അങ്ങനെയൊക്കെ പറയില്ല, നല്ലെണ്ണ, ഏതായാലും കുഴപ്പമില്ല. ഏതൊരു മാസ്ക് ഇടുന്നതിന് മുമ്പ് നമ്മുടെ തലയിൽ നമ്മൾ സ്ഥിരം യൂസ് ചെയ്യണ ഓയിൽ അപ്ലൈ ചെയ്ത് കുറച്ച് നേരം ഒന്ന് മസാജ് ചെയ്യുക കേട്ടോ. ഈ ഓയിൽ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ എന്താ പറയുക, തലയ്ക്ക് ഒരു ചൂടും കിട്ടും. നമ്മൾ നന്നായി കൈ കൊണ്ട് ഒന്ന് എന്താ പറയുക റബ്ബ് ചെയ്തതിന് ശേഷം തലയിൽ പുരട്ടുക കേട്ടോ. എന്നിട്ട് തല മാന്താതെ, ഞാൻ രാവിലെ എണീറ്റ ഉടനെ മുടി കെട്ടുമ്പോൾ തല കുറച്ച് നേരം മാന്തി എന്ന് പറഞ്ഞല്ലോ, അങ്ങനെ മാന്തുമ്പോൾ എന്താ പറ്റുകയെന്ന് വെച്ചാൽ നമ്മുടെ സ്കാൽപ്പിലുള്ള പൊടികളൊക്കെ ഉണ്ടല്ലോ, ഇങ്ങനെ പൊറ്റ, അതൊക്കെ ഇങ്ങനെ ഫുള്ളിങ്ങനെ പരക്കും, അതിനെ പടരും. അതിനായിട്ട് നല്ലത് നമ്മൾ തല നഖം കൊണ്ടല്ലാണ്ട് നമ്മുടെ വിരലിൻ്റെ തുമ്പ് കൊണ്ട് നന്നായി മസാജ് ചെയ്യുക കേട്ടോ. നമ്മൾ എന്താ പറയുക, പാർലറിലൊക്കെ പോയി അവർ മസാജ് ചെയ്ത് തരില്ലേ, ഏകദേശം ആ മോഡലിൽ നമ്മൾ പതുക്കെ മസാജ് ചെയ്യുക. പിന്നെ മുടിയൊക്കെ ഇതേപോലെ ഫ്രണ്ടിലേക്ക് ഇട്ടതിന് ശേഷം ഇങ്ങനെ ബാക്കിലേക്ക് ഓയിൽ തേക്കുമ്പോൾ നന്നായി മസാജ് ചെയ്ത് തേക്കുക. പക്ഷേ നമ്മുടെ മുടിയുടെ ഗ്രോത്ത് പെട്ടെന്ന് കൂടും, മുടി കൊഴിച്ചിൽ മാറും. നമ്മളല്ലെങ്കിൽ എപ്പോഴും ഫ്രണ്ടിൽ മാത്രമല്ലേ എണ്ണ തേക്കുള്ളൂ, മസാജ് ചെയ്യുകയാണെങ്കിൽ ഫ്രണ്ടിൽ മാത്രമേ ചെയ്യുള്ളൂ. അപ്പോൾ മുടി ഒന്ന് മുന്നിലോട്ടിട്ടൊന്ന് കുനിഞ്ഞ് നിന്നിട്ട് മസാജ് ചെയ്യുമ്പോഴൊക്കെ നമ്മുടെ മുടിക്ക് നല്ലതാണ്. അപ്പോൾ ഇത്തിരി ഓയിലഞ്ഞ് അത്യാവശ്യം നമ്മൾ കുറേ വെളിച്ചെണ്ണ തേക്കുന്നതുകൊണ്ടോ കുറേ ഓയിൽ തേക്കുന്നതുകൊണ്ടോ ഒന്നും നമ്മുടെ മുടി വളരാനായിട്ട് പോവില്ല. അതൊക്കെ ഉണ്ടെങ്കിലും നമ്മളെന്താ ചെയ്യുക, ലാസ്റ്റ് ഷാമ്പു ഇട്ട് അത് കളയല്ലേ ചെയ്യുക. അതിനായിട്ട് നല്ലത് നമ്മൾ നന്നായി മസാജ് ചെയ്യുക. മസാജ് ചെയ്യുമ്പോഴാണ് ഈ നമ്മൾ അപ്ലൈ ചെയ്യണ ഈ പ്രൊഡക്റ്റ്, ഈ ഓയിലായാലും പ്രൊഡക്ട്സ് ആയാലും എല്ലാം നമ്മുടെ തലയുടെ ആ പോർസിൻ്റെ ഉള്ളിൽ കയറിയിട്ട് നമ്മുടെ മുടി വലുതാവാനും അതുപോലെ ഉള്ളു കൂടാനും മുടി പൊട്ടാണ്ടിരിക്കാനൊക്കെ ഹെൽപ്പ് ആവുള്ളൂ കേട്ടോ. അതിന് ശേഷം ഓയിലൊക്കെ തേച്ച് നന്നായി മസാജ് ചെയ്തതിന് ശേഷം ഒരു 10 മിനിറ്റെങ്കിലും കുറഞ്ഞത് മസാജ് ചെയ്യണം കേട്ടോ. ഒന്നും വേണ്ട, 5 മിനിറ്റിലധികം മസാജ് ചെയ്യുക കേട്ടോ. എന്നിട്ട് തലമുടി കെട്ടി വയ്ക്കുക കേട്ടോ. ഞാൻ വീണ്ടും നെറുകന്തലയിൽ തല കെട്ടി വെച്ച്, ഇത്തവണ ഞാൻ ക്ലിപ്പ് എടുക്കണില്ല, ഒരു റബ്ബർ ബാൻഡാണ് കേട്ടോ ഇട്ടേക്കണേ. അതിന് ശേഷം നമുക്കിതാ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. ഞാനപ്പോൾ ആദ്യം തന്നെ കൂട്ടാനാണ് അടിയിൽ ഒഴിച്ച്, അല്ലെങ്കിൽ എന്നിട്ടാണ് ഞാൻ വെള്ളയപ്പം എടുക്കണം. 3 വെള്ളയപ്പം എടുത്തു കേട്ടോ. എനിക്ക് മുകളിൽ വെള്ളയപ്പം ഒഴിക്കുന്നില്ല, മുകളിൽ കറി ഒഴിക്കുന്നത് ഇഷ്ടമില്ല കേട്ടോ. കാരണം അങ്ങനെ ഒഴിക്കുമ്പോൾ എല്ലാ വെള്ളയപ്പത്തേക്കും അങ്ങ് കറി മുങ്ങിപ്പോണ പോലെ എനിക്ക് തോന്നും. അത് കാരണം ഞാൻ ആദ്യം തന്നെ കറി ഒഴിക്കും, എന്നിട്ട് മുകളിലാണ് നമ്മുടെ പലഹാരം വയ്ക്കാറ്. ഇപ്പോൾ ഇഡ്ഡലിയാണെങ്കിൽ ഞാൻ അങ്ങനെ ഞാൻ ചെയ്യാറ് കേട്ടോ. പിന്നെ ഇന്ന് ഞാൻ തപ്പി വെള്ളയപ്പം എടുക്കുന്നത് കണ്ടോ. കാരണം എന്താ വെച്ചാൽ വെള്ളയപ്പം തന്നെ 3 ടെക്സ്ചർ ഉണ്ട്. പ്രത്യേകിച്ച് ഞാൻ ഉണ്ടാക്കുമ്പോൾ ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. ഒരെണ്ണം നന്നായി മുരിഞ്ഞതുണ്ടാവും, മുരിഞ്ഞ ടൈപ്പ് വെള്ളയപ്പം ഉണ്ടാവും. പിന്നെ ഭയങ്കര പഞ്ഞി പോലത്തെ വെള്ളയപ്പം ഉണ്ടാവും. പിന്നെ വേറൊരു ടൈപ്പാണ്
ഉള്ളിൽ ഓട്ടോട്ടുള്ള വെള്ളയപ്പങ്ങളുണ്ടാവും, ബബിൾസ് പോലെയൊക്കെ വരുന്ന വെള്ളയപ്പം. എനിക്ക് വെച്ചാൽ 3 ടൈപ്പ് ഇഷ്ടമാണ്. ഞാൻ അപ്പോൾ 3 അതായത് 3 ടൈപ്പിൽ നിന്നും ഓരോന്നീശ കൊണ്ട് എൻ്റെ പ്ലേറ്റിലിട്ടു കേട്ടോ. പിന്നെ ഞാൻ ചായ പൊതുവേ കുടിക്കാറില്ല. 4 മണി നേരത്തൊക്കെ ആണെങ്കിൽ ചായ കുടിക്കുള്ളൂ, അല്ലെങ്കിൽ എനിക്ക് ചായ നല്ല ചൂടും വേണം. എന്നിട്ട് ഈ ഭക്ഷണം കഴിച്ച് കഴിയുമ്പോൾ അത് പതുക്കെ ചൂടാറും വേണം. അങ്ങനത്തെ ഒരു സ്റ്റേജിലുള്ള ചായ ആണെങ്കിലേ ഞാൻ കുടിക്കുള്ളൂ. ഭയങ്കര ഡിമാൻഡാണ് കേട്ടോ എനിക്ക് ചായ കുടിക്കണ കേസിൽ. അത് കാരണം കൊണ്ട് തന്നെ ഞാൻ സാധാ പച്ചവെള്ളമാണ് കേട്ടോ ചായക്ക് പകരം കുടിക്കുന്നത്. അങ്ങനെ നമ്മൾ ഇത് ആസ്വദിച്ച് കഴിക്കട്ടെ. ഇന്ന് അമ്മ ഉണ്ടാക്കിയ കറി ഭയങ്കര എരിവായിരുന്നു കേട്ടോ. എനിക്ക് ഒട്ടും തന്നെ എരിവ് അൺസഹിക്കബിളാണ്. എനിക്ക് ഒട്ടും എരിവ് പറ്റില്ല. ഈ പച്ചമുളകിൻ്റെ അല്ല, ഈ മല്ലിപ്പൊടി മുളക് പൊടി അത് പറ്റില്ല. എൻ്റെ നാവൊക്കെ ഭയങ്കര എരിഞ്ഞു തുടങ്ങുന്നു. അപ്പം ഞാൻ ഈ താഴത്തെ സാധനം മുകളിലത്തെ സാധനം താഴത്തേക്ക് എടുത്തിട്ടേക്കാണ് വെള്ളയപ്പം. കാരണം അപ്പോൾ എരിവില്ലാത്ത ഭാഗം കഴിക്കാമല്ലോ വെച്ചിട്ട്. എന്തൊരു ബുദ്ധിയില്ലേ, വേറെ ആർക്കും കിട്ടാണ്ടിരിക്കട്ടെ. അപ്പം ഞാൻ കാര്യമായിട്ട് കഴിക്കുകയാണ്. ഞാൻ വീടിൻ്റെ ഫ്രണ്ടിൽ ഇറയത്ത് വന്നിരുന്നിട്ടാട്ടോ ബ്രേക്ക്ഫാസ്റ്റ് ആയാലും ലഞ്ചായാലും ഡിന്നർ കഴിക്കില്ല. ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചൊക്കെ അവിടെ വന്നിട്ടാണ് കഴിക്കുക. കാരണം അതാകുമ്പോൾ ഇങ്ങനെ ചുറ്റും നോക്കിയിരിക്കുക, വേറെ ഒന്നും കാണില്ല. കുറച്ച് ഇലയും വാഴയും അതൊക്കെ ഞാൻ കാണുള്ളൂ. എന്നാലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അകത്താകുമ്പോൾ പ്രത്യേകിച്ച് ഈ വർഷക്കാലത്ത് വീടിൻ്റെ അവിടെ ഭയങ്കര ഒരു ഇരുട്ടാണ്. ഞങ്ങളുടെ അവിടെ ഫുള്ള് ഇത്തിരി ഹരിതാപവും പച്ചപ്പും അങ്ങനത്തെ ഒരു ഭാഗമാണ്. അത് കാരണം കൊണ്ട് തന്നെ ഇത്തിരി ഇരുട്ട് കയറുമെന്ന് പറയില്ല. വർഷക്കാലത്തൊക്കെ വീട്ടിൽ പെട്ടെന്ന് ഇരുട്ട് കയറും. അപ്പോൾ ലൈറ്റൊക്കെ ഇട്ട് വേണം കഴിക്കാനായിട്ട്. അപ്പോൾ പിന്നെ ഞാൻ ഇത്തിരി കറണ്ട് ചാർജ് ലാഭിക്കുക വെച്ചിട്ട് എപ്പോഴും പുറത്ത് വന്നിട്ടാണ് കേട്ടോ കഴിക്കുക. അങ്ങനെ നിങ്ങളെന്നെ പിശുക്കിന്നൊക്കെ വിചാരിക്കുന്നുണ്ടാവും, കുഴപ്പമില്ല. എനിക്കങ്ങനെ ലൈറ്റും അത് ഇട്ടിരിക്കാനും ഇഷ്ടമില്ല കേട്ടോ. ഞാൻ ഇപ്പം പ്രകൃതി നമുക്ക് രാവിലെ വെളിച്ചം തരുന്നുണ്ടല്ലോ, അപ്പം ഞാൻ എന്തായാലും പുറത്ത് പോയിരുന്ന് കഴിക്കാച്ച്. അങ്ങനെ ഫുഡ് റീഡിങ് കഴിഞ്ഞു. എന്തോ വെള്ളയപ്പം കഴിച്ചിട്ട് കുറേ നാളെ 2-3 മാസമായി. ഈ അടുത്ത് കസിൻ്റെ ഒരു കല്യാണം ഉണ്ടായിരുന്നു. ആ കല്യാണത്തിന് റിസപ്ഷന് കഴിച്ചതാണ്, പിന്നെ കഴിച്ചിട്ടില്ല. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഇനി നമുക്ക് എന്തായാലും തലയിൽ മാസ്ക് ഇടാം കേട്ടോ. ഇപ്പം നമ്മുടെ തലയിൽ ഓയിലൊക്കെ ഒന്ന് പിടിച്ചിട്ടുണ്ടാവും. എന്തായാലും ഒരു 10-15 മിനിറ്റ് ആയിട്ടുണ്ട് നമ്മൾ തലയിൽ എണ്ണ ഇട്ടിട്ട്. അപ്പം എന്തായാലും ഇനി മാസ്ക് ഉണ്ടാക്കാം. ഉണ്ടാക്കിയ ഉടനെ തന്നെ ഞാനത് തലയിൽ ഇടുകയും ചെയ്യും കേട്ടോ. എന്നിട്ട് വേഗം കുളിക്കാനും പോവാം. അല്ലെങ്കിൽ നല്ല മഴക്കാറുണ്ട്. ഇപ്പോൾ കുളിച്ചില്ലെങ്കിൽ പിന്നെ തിരുമ്പലൊന്നും നടക്കും. ഇന്ന് കുറച്ച് വൈകും. അത് കാരണം കൊണ്ട് തന്നെ ഞാൻ വേഗം കുളിച്ച് തിരുമ്പിയിട്ട് സാധനം സെറ്റാക്കാം. പരിപാടി ഇന്നത്തെ പണികളൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ നമുക്ക് ഹെയർ മാസ്ക് ഉണ്ടാക്കാം. മാസ്ക് എന്നോ എന്ത് വേണമെങ്കിലും പറയാം കേട്ടോ. ഒരു ഹെയർ കെയർ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് എന്നൊക്കെ പറയാം, നമ്മുടെ നാച്ചുറലായിട്ട്. ഈ പുറത്തുനിന്ന് വന്ന അലോവേറ, ഇന്ന് നമ്മൾ യൂസ് ചെയ്യുന്ന അലോവേറയും കൊച്ചുള്ളിയാണ്. കൊച്ചുള്ളി, ചുവന്നുള്ളി, ചെറിയ ഉള്ളിയില്ലേ, അതിനെയാണ് കേട്ടോ. അപ്പം നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്ന അലോവേറ ജെല്ലാണ്. എൻ്റെ അനിയത്തി ഒരു തവണ വാങ്ങിയിട്ടുണ്ടായിരുന്നു, ഒരു പച്ച ജെല്ലൊക്കെ അലോവേറ. ഞാൻ ആലോചിക്കും, എൻ്റെ വീട്ടിൽ ഈ ചെടിയുള്ള കാരണം എനിക്കറിയാം ഇതിൻ്റെ ജെല്ല് വെള്ള ജെല്ലാണ്. എവിടെ നിന്ന് ഈ പച്ച ജെല്ലൊക്കെ ഇതിലുണ്ടാവണേ? കുറച്ച് നാച്ചുറലാണെന്ന് തോന്നാൻ പച്ച പെയിൻ്റ് അടിക്കുകയാണോ എന്ന് വരെ എനിക്ക് ഡൗട്ടുണ്ട്. കാരണം ഇപ്പോൾ കുറേ നാച്ചുറൽ പ്രൊഡക്ട്സിന് പച്ച കളറിൽ മുക്കിയെടുക്കുന്നുണ്ട്, എന്തിനാണെന്ന് അറിയില്ല കേട്ടോ. അപ്പോൾ ഈ പച്ച കളറിൻ്റെ ഒന്നും ആവശ്യമില്ല ഈ നാച്ചുറലാണെന്ന് തോന്നിക്കാൻ. അലോവേറ ശരിക്കും പുറത്തുനിന്ന് പച്ചയാണെങ്കിലും അകത്ത് വെള്ളയാണ്. ചില ഡ്രാഗൺ ഫ്രൂട്ടില്ലേ, പുറത്തുനിന്ന് നോക്കുമ്പോൾ പിങ്ക് ആണെങ്കിലും അകത്ത് വെള്ളമില്ലേ ചില ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ. ഏകദേശം അതേ കണക്കാണ് അലോവേറയുടെ കേസ് കേട്ടോ. നമ്മൾ തിരുമ്പാനൊക്കെ പോയി തുടങ്ങുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും ഇതുണ്ടാക്കാം. നമ്മുടെ കറ്റാർവാഴയുടെ ഞാൻ എടുത്തതിൻ്റെ അത്യാവശ്യം ഗുണ്ടുമണി പീസാണ് കേട്ടോ. വലിയൊരിതാണ്. എൻ്റെ കൊറോണ ടൈമിൽ ഞാൻ നട്ട കറ്റാർവാഴയാണ്. 2020-21 കാലഘട്ടത്തിൽ നട്ടതാണ്. ഒരു കറ്റാർവാഴ അതിൻ്റെ പൂർണ്ണ വളർച്ചയിലെത്തണമെങ്കിൽ കുറഞ്ഞത് 2 കൊല്ലം കഴിയണം കേട്ടോ. അപ്പം ഞാൻ ഈ 2 കൊല്ലം അങ്ങനെ പൊട്ടിക്കാറുണ്ടായിരുന്നില്ല കേട്ടോ. ഇപ്പോൾ ഇത് ഫുള്ള് പൂർണ്ണ വളർച്ചയിലെത്തി പൊട്ടിക്കാം. വർഷകാലമായ കാരണം ഞാൻ ഇത് പൊട്ടിക്കുന്നതും കുറവാണ്. ഇതെങ്ങനെയാ വെച്ചാൽ ആദ്യം നമ്മൾ ഒരു കുഞ്ഞ് ഉള്ളി എടുത്താൽ മതി. നമ്മുടെ തലമുടിയുടെ വലിപ്പം അനുസരിച്ച് എടുക്കാം കേട്ടോ. ഞാൻ ഒരു ചെറിയ ഉള്ളി എടുത്തിട്ടുള്ളൂ. ഒരുപാടായി നമുക്ക് നീറും. ഉള്ളി നമ്മുടെ മുടിയുടെ താരം മാറ്റാനും ഉള്ളി കൂട്ടാനൊക്കെ ഉള്ളി നല്ലതാണ് കേട്ടോ. കൊച്ചുള്ളി, സബോളയും വേണമെങ്കിൽ എടുക്കാം, പക്ഷെ കൊച്ചുള്ളിയാണ് കൂടുതൽ നല്ലത്. കൊച്ചുള്ളി, ചുവന്നുള്ളി, ചെറിയ ഉള്ളി എന്നൊക്കെ പറയും. അതിന് ശേഷം ഞാൻ കറ്റാർവാഴയുടെ 2 സൈഡിലും മുള്ളു പോലെ ഉണ്ടാവും. അതൊന്ന് നമ്മുടെ കത്തി കൊണ്ട് സൈഡ് ഇങ്ങനെ 2 സൈഡും ചെത്തിയതിന് ശേഷം ഒരു
ഏറ്റവും മുകളിലുള്ള കറ്റാർവാഴയുടെ ആ ഒരു ഇതില്ലേ ലെയർ, അതും ചെത്തി കളഞ്ഞിട്ട് ഒരു സ്പൂൺ കൊണ്ട് സ്കൂപ്പ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. ഐസ്ക്രീമൊക്കെ സ്കൂപ്പ് ചെയ്യില്ലേ അതേപോലെ. കത്തി കൊണ്ട് ഇട്ട് കുത്താൻ നിൽക്കരുത്, അത് മുറിഞ്ഞു പോവും. അതിനായിട്ട് നല്ല സ്പൂൺ കൊണ്ട് ഇതുപോലെ സ്കൂപ്പ് ചെയ്ത് കിട്ടാൻ കേട്ടോ. അപ്പോൾ അത് നമ്മൾ എടുത്തു. എന്നിട്ട് ബാക്കി വേസ്റ്റൊക്കെ ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കുക കേട്ടോ. നമ്മൾ ഈ കറ്റാർവാഴയുടെ ജ്യൂസ് നല്ലതാണ്, നമുക്ക് നന്നായി വണ്ണം കുറയാനും വയറ് കുറയാനും രക്തം ശുദ്ധീകരിക്കാനൊക്കെ നല്ലതാണ് കേട്ടോ. വേണമെങ്കിൽ അങ്ങനെയും ജ്യൂസ് അടിച്ച് കുടിക്കാം. ഞാൻ പണ്ടൊരു ജ്യൂസ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ കറ്റാർവാഴയുടെ. അൺസഹിക്കബിളായിരുന്നു. അതായത് പണ്ടൊന്നും എൻ്റെ വീട്ടിൽ അങ്ങനെ മിക്സിയിൽ ഈ ചെമ്പരത്തിയുടെ താളിയൊക്കെ നമ്മൾ ഉണ്ടാക്കുമ്പോൾ മിക്സിയിൽ അരയ്ക്കാൻ സമ്മതിക്കില്ല. അതുപോലെ ഞാൻ കറ്റാർവാഴ ട്രെൻഡായപ്പോൾ അലോവേറയുടെ ജ്യൂസൊന്നും മിക്സിയുടെ ജാറിൽ അരയ്ക്കാൻ സമ്മതിക്കില്ലായിരുന്നു കേട്ടോ. കാരണം അത് കഴിഞ്ഞ് കൂട്ടാനിലേക്ക് അരപ്പിനെടുക്കുമ്പോൾ അത് കഴിക്കും എന്നൊക്കെ പേടിയായിരുന്നു. എന്നിട്ട് ഞാൻ ഒരു ദിവസം ഭയങ്കര വീട്ടുകാരായി തല്ലൂടി തലപ്പൊളിച്ച് കറ്റാർവാഴ ജ്യൂസ് മിക്സിയുടെ ജാറിൽ തന്നെ ഉണ്ടാക്കി. ഒരു തണ്ട് പച്ചമുളകും കറ്റാർവാഴയും മഞ്ഞളും ഒക്കെ ഇട്ടിട്ട് ഒരു ജ്യൂസ് ഉണ്ടാക്കി. എൻ്റെ ഭഗവാനെ, അത് കുടിക്കാൻ പെട്ട പാട്. എന്നിട്ട് എൻ്റെ അമ്മ എൻ്റെ അപ്പുറത്ത് വന്നു, ഇത് കുടി എന്നൊക്കെ പറഞ്ഞ് വന്നു നിന്നിട്ട് ഞാൻ ഒരു ഗ്ലാസ് കുടിച്ചതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. എന്നാലും നമുക്ക് ഫുള്ള് കുടിക്കാനൊന്നും പറ്റില്ല. എങ്ങനെയാവും ഈ ഹെൽത്ത് കെയർ ചെയ്യണവർ ഈ കറ്റാർവാഴ ജ്യൂസൊക്കെ കുടിക്കുന്നത്? കയ്പ്പയ്ക്ക ജ്യൂസിനെക്കാട്ടും കയ്പ്പാണ് ഗൈസ്. അങ്ങനെ പിന്നെ ഈ കറ്റാർവാഴയുടെ ജെല്ലെടുത്താലും ആ ഒരു ലെയറില്ലേ, പച്ച ലെയർ, തൊലിമേ കുറേ ജെല്ലീസ് ഉണ്ടാവും കേട്ടോ. അതായത് ഇതിൻ്റെ സെയിം കണ്ടൻറ്റ് തന്നെ ജെല്ലുണ്ടാവും. ആ ജെല്ല് നമുക്ക് കൈമയും കാലുമയൊക്കെ തേക്കാം. നമ്മുടെ മോയ്സ്ചറൈസർ ആയിട്ട് അത് പ്രവർത്തിക്കും. നമ്മൾ ഈ കടയിൽ നിന്നൊക്കെ 300 രൂപ 400 രൂപയ്ക്കൊക്കെ മോയ്സ്ചറൈസർ വാങ്ങുമ്പോൾ അത് ഫുള്ള് കെമിക്കലാണ്. അതിനെക്കാട്ടും നല്ലത് ഇങ്ങനത്തെ നാച്ചുറൽ പ്രോഡക്റ്റ് വീട്ടിൽ നട്ട് വളർത്തുക, ഉണ്ടാക്കുക. കറ്റാർവാഴയ്ക്കൊന്നും വലിയ എന്താ പറയുക കെയറേ കൊടുക്കണ്ട. ഞാനൊന്നും തിരിഞ്ഞു നോക്കാറില്ല. അതായത് 2 ദിവസം കൂടുമ്പോൾ ഇത്തിരി വെള്ളം ഒഴിച്ച് കൊടുക്കാം. വെള്ളം ഒഴിച്ച് കൊടുത്തില്ലെങ്കിൽ കുഴപ്പമില്ല. മഴക്കാലത്തൊന്നും നനയ്ക്കാനേ നിൽക്കരുത്. വേനൽക്കാലത്ത് ഇത്തിരി വെള്ളം ഒഴിച്ച് കൊടുക്കണം. സാധാ ഒരു റോസാ ചെടിയൊക്കെ നോക്കണ പോലെ നോക്കിയാൽ മതി. പിന്നെ നമുക്ക് ഈ സംഭവം ഒന്ന് അരച്ചെടുക്കാം കേട്ടോ മിക്സിയിൽ. ഞാൻ കുഞ്ഞേ ജാറാണ് എടുക്കുന്നത്, അരഞ്ഞുണ്ട്. പക്ഷേ അതിന് ശേഷമാണ് പണി കിട്ടിയെന്ന് മനസ്സിലായത്. ഈ ജാറ് വെച്ച് ഞാൻ അങ്ങനെ മിക്സിയിൽ അരയ്ക്കാറില്ല. ഞാൻ വലിയ ജാറാണ് യൂസ് ചെയ്യാറ്. ഇന്ന് പക്ഷേ ക്വാണ്ടിറ്റി കുറവായ കാരണം ഞാൻ ചെറിയ ജാറ് ആണ് എടുത്തത്. ഞാൻ എത്ര ശ്രമിച്ചിട്ടും ഈ ജാറ് എനിക്ക് മിക്സിയിൽ നിന്ന് ഊരിയെടുക്കാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല. ഞാൻ കിളി പോയിക്ക് ഇതിനി എങ്ങനെ ഊരും? അമ്മ കണ്ട ചീത്ത പറയും. അപ്പം ഞാൻ നോക്കിയപ്പോൾ അച്ഛൻ. അപ്പോൾ അച്ഛനെ മടി പിടിച്ച്, അച്ഛാ ഇത് ഊരാൻ കിട്ടുന്നില്ല. അപ്പം അച്ഛനും ഞാനും കൂടി അച്ഛൻ മിക്സി പിടിച്ചു, ഞാൻ ജാറ് പിടിച്ച് തിരിച്ച് അങ്ങനെയൊക്കെ ഒരു വിധത്തിൽ ഇത് ഊരിയെടുത്തു. ഭാഗ്യം. വേഗം അപ്പം ഞാൻ മിക്സിയൊക്കെ കൊണ്ടുവച്ച് ഈ ജാറിലുള്ള ഐറ്റം ഒരു പാത്രത്തിലോട്ട് അങ്ങ് ഒഴിക്കുകയാണ് കേട്ടോ. നമ്മൾ ഈ കറ്റാർവാഴ കട്ടിയുള്ളതല്ലേ വെച്ചിട്ട് വെള്ളമൊന്നും ഒഴിച്ച് കൊടുക്കരുത് കേട്ടോ. ഈ കറ്റാർവാഴ അരിഞ്ഞ് വരുമ്പോൾ നല്ല വെള്ളം, അതായത് കറ്റാർവാഴ ഭയങ്കര വാട്ടറിയാണ്. അപ്പോൾ ഇതിലേക്ക് എക്സ്ട്രാ വെള്ളമൊന്നും ഒഴിക്കരുത്. അതുപോലെ നമ്മുടെ ചെറിയ ഉള്ളി, നല്ല ഉള്ളിയൊക്കെ അരച്ചാൽ നല്ല വെള്ളമല്ലേ, ഇതിൻ്റെ ഉള്ളിൽ നിന്ന് വെള്ളമാണ് ഇറങ്ങി വരിക. അപ്പോൾ എക്സ്ട്രാ നിങ്ങൾ ഒട്ടും തന്നെ വെള്ളം ഒഴിച്ച് കൊടുക്കരുത് കേട്ടോ. ഇതിപ്പോൾ എൻ്റെ തലയിൽ മാത്രമല്ല അമ്മയ്ക്കും ഉണ്ണിക്കും കൂടി തേക്കാം, അത്ര ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഇത് തേക്കുമ്പോൾ മസാജ് ചെയ്ത് തേക്കുക. പിന്നെ മുടിയുമ തേക്കണോ തലയുടെ ഓടിയുമ മാത്രമാണോ തേക്കേണ്ടത്, അങ്ങനെയൊക്കെ ഡൗട്ടുള്ളവരുണ്ടെങ്കിൽ ഇത് നമ്മുടെ തലയിൽ ഫുള്ള് തേക്കാം. കാരണം ഇത് നാച്ചുറൽ പ്രൊഡക്റ്റാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ ഏതെങ്കിലും ഫേമസ് ബ്രാൻഡിൻ്റെയാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ അത് ആ ബ്രാൻഡിൽ കെമിക്കൽസ് ഉണ്ടാകും. ചിലപ്പോൾ അത് മുടിക്ക് മാത്രമേ പറ്റുന്നുണ്ടാവുള്ളൂ, ചിലപ്പോൾ അത് സ്കാൽപ്പിലും കൂടി യൂസ് ചെയ്യാം. അങ്ങനത്തെ അതിലവർ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. അങ്ങനത്തെ ആണെങ്കിൽ അങ്ങനെ തന്നെ ഉപയോഗിക്കണം. ഇത് നാച്ചുറലായ കാരണം നമ്മുടെ തലയിലായാലും മുടിയുമയായാലും തലയോട്ടിയുമയായാലും ഫുള്ള് തേക്കാം കേട്ടോ. പക്ഷേ തേക്കുമ്പോൾ നന്നായി മസാജ് ചെയ്തതിന് ശേഷം തേക്കുക. എന്നാൽ മാത്രമേ നമ്മുടെ തലയിലുള്ള പോർസ് ഇതിനെ അബ്സോർബ് ചെയ്യുള്ളൂ കേട്ടോ. ഞാനപ്പോൾ ഇത് അപ്ലൈ ചെയ്യാനായിട്ട് ഒരു സ്പൂൺ എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മളപ്പോൾ തലയിൽ വാച്ചിലിട്ട് കൊടുക്കുക. എന്നിട്ട് ആ വാച്ചിൽ തന്നെ ഇങ്ങനെ സ്പൂൺ കൊണ്ട് ഇത്തിരി എടുത്തിട്ട് ഇങ്ങനെ തല ഫുള്ള് ഇങ്ങനെ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഓരോരോ വാച്ചിലെടുക്കുക, എന്നിട്ട് ഈ സ്പൂണിൽ കോരി തലയ്ക്ക് ഇങ്ങനെ ചെയ്യുക. അപ്പോൾ നമ്മുടെ തലയുടെ എല്ലാ പോർഷനിലും ഇതെത്തും കേട്ടോ. പിന്നെ നിലത്തേക്കൊക്കെ പോകുമ്പോൾ അതൊന്നും മൈൻഡ് ചെയ്യണ്ട കേട്ടോ. അമ്മ ഇവിടെ നേരത്തെ തുടച്ചതായിരുന്നു, അവിടെ ഇപ്പോൾ ഫുള്ള് ഈ സാധനം പോയിട്ട് ഉണ്ടാവും.
എന്തായാലും നമുക്കിത് കഴിഞ്ഞത് തുടച്ചേക്കാം. അപ്പോൾ അതാ ഇവിടെയും അവിടെയും എല്ലായിടത്തും തല സൈഡിലേക്കൊക്കെ പിടിച്ച് ചെയ്യുക. ചിലപ്പോൾ മുഖത്തേക്കൊക്കെ ഒലിച്ചിറങ്ങിയേക്കാം. കുറച്ച് ക്വാണ്ടിറ്റിയിൽ എടുത്ത് ചെയ്താൽ മതി കേട്ടോ. അതായത് സ്പൂണിൽ ഫുൾ അങ്ങോട്ട് എടുക്കണ്ട. നമ്മൾ അത് താഴേന്ന് മുകളിലേക്ക് ആക്കുമ്പോഴേക്കും കുറച്ച് നിലത്ത് പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ സ്പൂണിലായാലും കുറച്ചെടുക്കുക, എന്നിട്ട് തലയിൽ ഒരു 2-3 തവണ ഒഴിക്കുക. അതിന് ശേഷം ആ ഭാഗം, ആ ഒരു സ്പോട്ട് ഫുള്ള് നന്നായി മസാജ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അങ്ങനെ മറ്റേ സൈഡിലും ബാക്കിലും കുറച്ച് മുടി ഫ്രണ്ടിലേക്ക് ഇട്ടിട്ട് ബാക്കിലും അവിടെയൊക്കെ ചെയ്തതിന് ശേഷം നമ്മുടെ മുടിയുടെ തുമ്പത്തൊക്കെ ഇത് തേച്ച് കൊടുക്കുക കേട്ടോ. ഇത് അധികം നേരം വെക്കേണ്ടത്, ഇത്തിരി വാട്ടർ ചെയ്യുക, കാരണം 15 മിനിറ്റ് വരെയൊക്കെ എന്തായാലും ഇത് ഡ്രൈ ആവാണ്ടിരിക്കും കേട്ടോ. 10 മിനിറ്റ് വെച്ചാൽ മതി. ഒരുപാട് തൊട്ടി നിങ്ങൾ രാവിലെ എണീറ്റ ഉടനെ ഈ സാധനം തേച്ചു, എന്നിട്ട് ഒരു ഉച്ചയ്ക്ക് നിങ്ങളുടെ വീട്ടിലത്തെ എല്ലാ പണിയും കഴിഞ്ഞ് ഒരു നട്ടുച്ച 1 മണിക്കാണ് നിങ്ങൾ കുളിക്കണേ വെച്ചാൽ അത്ര നേരത്തേക്കൊന്നും ഇത് തലയിൽ വെക്കരുത്. അഥവാ ഇത് തലയിൽ വെക്കുക വെച്ചാൽ ഒരു ബോട്ടിലിൽ ഇത്തിരി വെള്ളം നിറച്ച് നമ്മുടെ തലയിൽ ഇത് സ്പ്രേ ചെയ്യുക കേട്ടോ. വല്ലാണ്ട് അങ്ങോട്ട് ഇത് ഡ്രൈ ആയാൽ അത്ര നല്ലതല്ല, നമ്മുടെ മുടിയുമെന്ന് ഇത് പോവാനായിട്ട് പാടാം. പിന്നെ നമ്മളിതിൽ ചെറുപയർ പൊടിയോ അങ്ങനെ ഒരു എന്താ പറയുക, മാസ്കിൻ്റെ ഒന്നും ഇടുന്നില്ലല്ലോ. നമ്മളിത് ഫുള്ള് ഭയങ്കര തിന്നായിട്ടുള്ളതാണ്. അപ്പോൾ നല്ല ഉള്ളു കുറവുള്ള ആൾക്കാർക്ക് ഇടാൻ പറ്റിയ ഏറ്റവും നല്ല മാസ്കാണ് കേട്ടോ ഈ മാസ്ക്. ഒരുപാട് ഉള്ളുള്ള ആളൊക്കെ വെച്ചാൽ അവർക്ക് ഇത് തികഞ്ഞു എന്ന് വരില്ല. അവർക്ക് ഇത്രയും കൂടി തിക്കായുള്ള മാസ്കാണ് കേട്ടോ നല്ലത്. അപ്പോൾ അതാ എൻ്റെ ഇത്ര ബാക്കിയുണ്ട്. ഇത് അമ്മയ്ക്കോ ഉണ്ണിക്കോ ആർക്ക് വേണമെങ്കിലും എടുക്കാം. ഇപ്പം ഞാൻ ഇങ്ങനെ മാസ്ക് ഇട്ടതിന് ശേഷം ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഞങ്ങളിവിടെ ഇങ്ങനെ കെട്ടണേനെ കുഞ്ചിയമ്മ കെട്ടുന്ന പറയാം. കാരണം ഓണത്തിൻ്റെ ടൈമിൽ നമ്മൾ ഓണത്തിന് തൃക്കാക്കരപ്പന് ഉണ്ടാക്കുമ്പോൾ ഒരു കുഞ്ഞി അമ്മൂമ്മേനെയും കൂടി ഉണ്ടാക്കും. ആ അമ്മൂമ്മ ഇങ്ങനെ ഇവിടെ ഒരു എല്ലാ മുടിയും കൂട്ടിപ്പിടിച്ച് ഒരു അമ്മക്കെട്ട് പോലെ കെട്ടുമായിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളതിന് എൻ്റെ വീട്ടിലൊക്കെ അതിനെ കുഞ്ചിയമ്മ എന്നാണ് പറയാറ്. അങ്ങനെ അപ്പോൾ ഈ കെട്ടിനെ ഞങ്ങൾ കുഞ്ചിയമ്മ കെട്ട് എന്നാണ് പറയാറ്. പിന്നെന്താ, അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ട് നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ എങ്ങനത്തെ വീഡിയോ ആണ് ചെയ്യേണ്ടത് വെച്ചാൽ നിങ്ങൾ കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. നമുക്ക് അതുപോലെയുള്ള വീഡിയോസ് ചെയ്യാം. 10 മിനിറ്റാണ് കേട്ടോ ഞാൻ അത് തലയിൽ വെച്ചത്. അതിനുശേഷം ഞാൻ നേരെ കുളിക്കാനായിട്ട് പോയി. പിന്നെ നല്ല മഴക്കാരുള്ള കാരണം കുളിയും അലക്കലൊക്കെ നേരത്തെ തന്നെ കഴിഞ്ഞു കേട്ടോ. അത് കാരണം നല്ല വെയിലൊക്കെ ഉദിച്ചിരുന്നു ആ ടൈമിൽ. അങ്ങനെ ഉച്ചയായപ്പോൾ ഞാൻ ചോറുണ്ണാന്ന് വെച്ചു കേട്ടോ. ഇന്ന് ചോറിന് എന്തൊക്കെയാണ് കറി നോക്കാം. ഞാനപ്പോൾ അവിടെയാണ് കറിയൊക്കെ വയ്ക്കുക. ഞാൻ അപ്പോൾ തുറന്ന് നോക്കുമോ ഓരോന്ന് എന്തൊക്കെയാണ് സംഭവങ്ങൾ, ഇന്ന് എന്തൊക്കെയാണ് കറിയുള്ളതെന്ന്. അപ്പോൾ ഇന്നലത്തെ മോര് കറി ഉണ്ടായിരുന്നു. ഞാൻ അപ്പോൾ അത് എടുത്തില്ല, ഞാൻ അത് രാത്രി എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇന്ന് ചക്കക്കുരു ആണ് കറി വെച്ചിരുന്നത്. ചക്കക്കുരു നാളികേരം അരച്ച് വറുത്തരച്ച് കറി വെച്ചേക്കാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ് ചക്കക്കുരുവും കുമ്പളങ്ങയും ഒക്കെ ഇട്ടിട്ട്. പിന്നെ ഉള്ളത് ഇന്നലത്തെ കൊപ്ര എന്ന് പറയും, വാഴയുടെ കുടപ്പനില്ലേ, അതായത് തേനൊക്കെ കിട്ടില്ലേ ആ സാധനം, കൊലച്ചതിന് ശേഷം ഉണ്ടാകുന്ന കൊപ്രയാണ് വെച്ചത്. ഇന്നലെ രാത്രി വെച്ചതാണ് കേട്ടോ. അപ്പോൾ അത് നാളികേരം ഇടാത്ത കാരണം അത് കേടായിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ തലേ ദിവസത്തൊക്കെ കറി കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഒന്നും വേസ്റ്റാക്കി കളയാതെ കഴിക്കുന്ന ആളാണ്. അപ്പോൾ ഞാൻ അത് അത്യാവശ്യം ക്വാണ്ടിറ്റിയിൽ എടുക്കും. പിന്നെ അത് ആരും വീണ്ടും തലേ ദിവസത്തെ കറിയൊന്നും കഴിക്കില്ല, ഞാൻ മാത്രമേ കഴിക്കുള്ളൂ. പിന്നെ ഇത്തിരി അച്ചാറെടുത്തു കേട്ടോ. നെല്ലിക്കച്ചാറായിരുന്നു ഞാൻ ഒരു ദിവസം ചുമ്മാ ഇട്ടത്. ഫുള്ളി ഒരു അച്ചാറാണോ ചോദിച്ചാൽ അച്ചാറല്ല, ഞാൻ ഇത് ഒന്നും ചെയ്തിട്ടില്ല. വെറുതെ കുറച്ച് നെല്ലിക്ക നുറുക്കി അതിൽ ഉപ്പും മുളകും ഇട്ട് 2 ദിവസത്തേക്ക് വെച്ചു. അതിന് ശേഷം അതിൽ വിനാഗിരി ഒഴിക്കുകയാണ് ചെയ്തത് കേട്ടോ. വെള്ളം ഒഴിച്ചിട്ടില്ല. വെള്ളം ഒഴിച്ചാൽ പെട്ടെന്ന് കേടാവും എന്നുള്ള ഒരു ധാരണ കാരണം കൊണ്ട് തന്നെ ഞാൻ വിനാഗിരിയാണ് ഒഴിച്ചത്. പിന്നെ നെല്ലിക്കയും തന്നെ വെള്ളം ഊറി വരുമല്ലോ. ഇപ്പോൾ അത് 2 മാസമായുള്ള അച്ചാറാണ്. ഞാൻ കുറച്ച് നാളായി അച്ചാർ കൂട്ടിയിട്ട്. പിന്നെ ഇതൊക്കെയാണ് കേട്ടോ നമ്മളിന്ന് എടുത്തേക്കുന്നത്. അങ്ങനെ ഫുഡ് കഴിക്കാൻ വെച്ചു. പിന്നെ ഞാൻ ഒരു കപ്പ് നിറച്ച് വെള്ളം എടുത്ത് വെച്ചിട്ടാണ് കേട്ടോ ചോറിന്. ഞാൻ നല്ല ജലജീവി എന്നൊക്കെ പറയില്ല, അതേപോലെ എനിക്ക് നന്നായി വെള്ളം വേണം. ഞാൻ രാവിലെ എണീറ്റ് തൊട്ട് വൈകുന്നേരം കിടക്കുന്ന വരെ നന്നായി വെള്ളം കുടിക്കുന്ന ആളാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും ഇതൊക്കെ കൂട്ടി ഇന്നത്തെ ഫുഡ് കഴിക്കാം. പിന്നെ ആ സൈഡിലുള്ള ഒരു കൂട്ടാനും കൂടി ഉണ്ടല്ലോ, അത് നമ്മൾ രാവിലെ ഉണ്ടാക്കിയ മസാലക്കറി ആയിരുന്നു കേട്ടോ. അതും കൂടി ഞാൻ എടുത്തിട്ടുണ്ട്. അത് ഞാൻ അധികം എടുത്തില്ല, എനിക്കത് അധികം ഇഷ്ടപ്പെട്ടില്ല, ഭയങ്കര എരിവായിരുന്നു. ബാക്കിയെല്ലാം പാകത്തിനായിരുന്നു. കൊപ്ര വെച്ചുണ്ടാക്കിയ കറിയിൽ കുടപ്പെന്നും പറയും കേട്ടോ, വാഴക്കുടപ്പൻ. അതുണ്ടാക്കിയ കറിയിൽ പച്ചമുളക് ഇട്ടുണ്ടായിരുന്നു, മുളക് പൊടി ഇട്ടിട്ടില്ല. അപ്പോൾ പച്ചമുളകിൻ്റെ എരിവ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ.
പച്ചമുളക് ഈ എണ്ണയിൽ വറുത്തിട്ട് ഉണ്ടാകുന്ന ഈ കാച്ചുമ്പോൾ വറക്കില്ലേ, ആ ഒരു എരിവ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. മറ്റേ മുളക് പൊടി മല്ലിപ്പൊടിയുടെ എരിവ് അത്ര ഇഷ്ടമില്ല. അപ്പോൾ ഞാൻ നല്ല കാര്യമായിട്ട് തന്നെ ഫുഡ് കഴിച്ചു കേട്ടോ. കണ്ടോ, ഇങ്ങനെയാണ്. ഞാൻ തലയിൽ ഷാമ്പു ഒന്നും ഇട്ടില്ല കേട്ടോ. മാസ്ക് ഇട്ടതിന് ശേഷം വെറുതെ തല നനയ്ക്കുകയാണ് ചെയ്തത്. ഈ ഓയിലൊക്കെ തലയിൽ ഇരിക്കുമോ എന്നൊക്കെ നിങ്ങൾക്ക് ധാരണയുണ്ടെങ്കിൽ അങ്ങനെ ഓയിലൊന്നും തലയിൽ ഇരിക്കില്ല. ഈ കറ്റാർവാഴയൊക്കെ ഇത്തിരിയും കൂടി ഒന്ന് എന്താ പറയുക, നമ്മുടെ ഓയിലിനെ പുറന്തള്ളുന്ന ടീമാണ് ഈ കറ്റാർവാഴയൊക്കെ. അപ്പോൾ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഷാമ്പു ഒന്നും യൂസ് ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യകത വരുന്നില്ല കേട്ടോ. പിന്നെ ഈ ഉള്ളിയുടെ നാറ്റെങ്ങാനും തലയിൽ ഇരിക്കുമോ എന്നൊക്കെ തോന്നുക വെച്ചാൽ, ഞാൻ ആകെ കുഞ്ഞൊരു കഷ്ണം ഉള്ളിയാണ് ഇട്ടത്. ഒരു ഫുൾ സവാളയാണ് നമ്മൾ എടുക്കണേ വെച്ചൊക്കെ പൊട്ട മണം വരും. ഞാൻ പണ്ടിട്ടുണ്ട്. അങ്ങനെയുള്ള ദിവസങ്ങളിൽ നിങ്ങൾ എന്തായാലും ഷാമ്പു ഇടണം. പിന്നെ തൈര് ഇടുന്ന ദിവസങ്ങളിലും ഷാമ്പു ഇടേണ്ട ആവശ്യമില്ല. പക്ഷെ മുട്ടയൊക്കെ ഇടുക വെച്ചാൽ നിങ്ങൾ 2 തവണ ഷാമ്പു ഇട്ടാലും കുഴപ്പമില്ല, അമ്മാതിരി മണം വരും കേട്ടോ. പിന്നെ തല നന്നായി അലമ്പി കഴുകുക, അതായത് നന്നായി ഒരു പൈപ്പിൻ്റെ ചുവട്ടിലൊക്കെ ചെന്ന് നിന്നിങ്ങനെ നമ്മൾ കൈ കൊണ്ട് തന്നെ കഴുകുക, അല്ലെങ്കിൽ കപ്പ് കൊണ്ട് വെള്ളം ഇങ്ങനെ കോരി ഒഴിച്ച് കഴുകുക കേട്ടോ. അല്ലെങ്കിൽ നമ്മുടെ തലയിൽ ഈ മാസ്കിൻ്റെ സാധനങ്ങളിരുന്ന് താരം വരാനായിട്ടുള്ള ചാൻസും ഉണ്ട്. അപ്പം എൻ്റെ ഫുഡ് കഴിച്ച് കഴിഞ്ഞു. എല്ലാവരും ഫുഡ് കഴിക്കുന്ന നേരം അമ്മയും ഉണ്ണിയും ഫുഡ് കഴിച്ചു. ഫുഡ് കഴിക്കാൻ എടുക്കുകയാണ്. അച്ഛൻ വന്നിട്ടില്ല. അപ്പോൾ ദേ ഞാൻ പുറത്തേക്ക് നോക്കുന്നുണ്ടായിരുന്നില്ലേ ഫുഡ് കഴിക്കുമ്പോൾ. മഴയായിരുന്നു കേട്ടോ. മഴ പെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ ബാക്ക് സൈഡാണ്. അപ്പോൾ ദാ മഴ പെയ്ത് മണ്ണിൻ്റെ അവിടെ ഇങ്ങനെ ഓട്ടോ പോലെ വന്നിട്ടുണ്ട്. ചെറുപ്പത്തിലൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. കുറച്ച് കഴിയുമ്പോൾ ഈ മഴ കൂടി വളപ്പിലാകെ ഇങ്ങനെ ചോക്ലേറ്റ് കളറിലുള്ള ഇങ്ങനെ ഒരു കുഞ്ഞു കൂടാരം പോലെ വരും. അതിനെന്തോ പറയുമായിരുന്നു, എന്തിൻ്റെ ഒരു കൂടെന്നോ അങ്ങനെ എന്തോ പറയുമായിരുന്നു. ചീവീടിൻ്റെ ആണോ ഉറുമ്പിൻ്റെ ആണെങ്കിൽ കൃത്യമായിട്ട് ഓർമ്മയില്ല. പണ്ട് ഞാൻ കേട്ടിട്ടുണ്ട്. ഉണ്ണി പിന്നെ ട്യൂഷൻ എടുക്കുന്നുണ്ട്. അത് കാരണം കൊണ്ട് തന്നെ ഇറയത്ത് നേരത്തെ കസാര ഇട്ടിട്ട് ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ഞാൻ ഫുഡ് കഴിക്കാൻ നേരത്തായിരുന്നു ട്യൂഷൻ കുട്ടികളെ വിട്ടത്. അപ്പോൾ തിരിച്ച് ആ കസാരയൊക്കെ ഒന്ന് ഒതുക്കി ഞാൻ വെച്ചതാണ്. പിന്നെ ഇതാ ഇവിടെ മഴ തുടങ്ങി. പിന്നെ കുറച്ച് നേരം മഴയ്ക്ക് കണ്ടിങ്ങനെ ഞാൻ തിണ്ണേമ ഇരിക്കാറുണ്ട് കേട്ടോ. ഞങ്ങൾ ചെറുപ്പം തൊട്ടേ ഈ തിണ്ണേമ മഴക്കാലമായ വന്നിരിക്കും. ഇറയത്ത് മഴക്കാലത്ത് ഇറയത്ത് കാഴ്ച കണ്ടിരിക്കാൻ ഭയങ്കര ഒരു സുഖമാണ് കേട്ടോ. ഞാനപ്പോൾ ചെറുപ്പത്തിലൊന്നും ഞങ്ങളുടെ അച്ഛനെ തിണ്ണേമ ഇങ്ങനെ അപ്പുറത്തേക്ക് കാലിട്ടിരിക്കാൻ ഞങ്ങളെ ഒട്ടും സമ്മതിക്കില്ല. കാരണം ഞങ്ങൾ കുട്ടികളാണ്, വീണാലോ അങ്ങനെയൊക്കെ. ഈ തിണ്ണ അത്യാവശ്യം ഹൈറ്റ് ഉണ്ട് കേട്ടോ. ഇവിടെ നോക്കുമ്പോൾ ഹൈറ്റ് ഇല്ലെങ്കിലും അത്യാവശ്യം ഹൈറ്റ്. നമ്മൾ വീണാലൊക്കെ തൊട്ട് കഴിയുമ്പോൾ മുണ്ടൻ ഉരുളൻ കല്ലുകളാണ്, വീണ പണിയായിരിക്കും. അപ്പോൾ കുട്ടിക്കാലത്തൊന്നും ഞങ്ങൾ ഇങ്ങനെ തിണ്ണേമ അങ്ങോട്ട് കാലിട്ടിരിക്കാൻ സമ്മതിക്കില്ല, ഇപ്പുറത്തേക്ക് ഇരിക്കാൻ ഒന്നും കുഴപ്പമില്ല. അപ്പം അന്നൊക്കെ ആരും കാണാണ്ട് ഞാനൊക്കെ ഇവിടെ ഇങ്ങനെ കാലിട്ടിരിക്കാറുണ്ടായിരുന്നു. അന്നത്തെയൊക്കെ കുറേ കള്ളത്തരങ്ങൾ സാധിച്ചെടുത്തിരുന്നു. അങ്ങനെ പിന്നെ ഞാൻ ഈ വെള്ളത്തിലൊക്കെ, വെള്ളം നല്ല തണവാണ്, അപ്പം ഞാൻ ഇത്രയും നേരം കണ്ണുണ്ണിയൊക്കെ ഇങ്ങനെ വെച്ച് നെറ്റിനെയൊക്കെ വെച്ച് ഒക്കെ ഇരിക്കുമായിരുന്നു. പിന്നെ നല്ല തണവുള്ള കാരണം ഞാൻ മൂക്ക് തൊട്ട് നോക്കിയിട്ട് മൂക്ക് ഭയങ്കര തണവ്. നിങ്ങൾ തൊട്ട് നോക്കിയിട്ടുണ്ട്, നല്ല തണവുള്ളപ്പോൾ ഏറ്റവും നിങ്ങളുടെ മൂക്ക് തണുത്തിരിക്കും കേട്ടോ. എനിക്കത് ഭയങ്കര ഇഷ്ടമായി. ഞാൻ പക്ഷേ ജലദോഷം വരുന്നതെന്ന് വിചാരിച്ചത്. തുമ്മലൊന്നും ഇതുവരെ കണ്ടില്ല. രാത്രി വരാതിരുന്നാൽ ഭാഗ്യം. അപ്പം ഞാൻ ഇങ്ങനെ മഴയൊക്കെ കണ്ടിങ്ങനെ ഇരിക്കുമായിരുന്നു. അത് കഴിഞ്ഞ് എനിക്ക് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ, ഞാൻ രാവിലെ ഉച്ചയ്ക്ക് അല്ലെങ്കിൽ വൈകുന്നേരം ആയാലും ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ ഒരു 5-6 റൗണ്ട് ഇറയിട്ട് ചുമ്മാ നടക്കണ ഒരു ശീലമുണ്ട് കേട്ടോ. നമ്മൾ പണ്ടൊരു പരസ്യം ഉണ്ടായിരുന്നില്ല, ഊണ് കഴിഞ്ഞാൽ ഒരു ഗ്ലാസ് രസം അത് നിർബന്ധമാണ് എന്ന് പറഞ്ഞിട്ടൊരു പരസ്യം പണ്ടുണ്ടായിരുന്നു. അതേപോലെയാണ് ഊണ് കഴിഞ്ഞാൽ ഒരു 5-6 റൗണ്ട് നടത്തം, അത് എനിക്ക് നിർബന്ധമാണ് എന്ന് പറയുന്ന പോലെയാണ്. അപ്പം ഞാൻ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കും കേട്ടോ. ചിലപ്പോൾ ഉണ്ണി ഉണ്ടാവാറുണ്ട്. ശരിക്കും ഞാനും ഉണ്ണിയും ആ ഊണ് കഴിഞ്ഞ് ഇങ്ങനെ നടക്കണ നേരത്താണ് എന്തൊക്കെ ക്ലാസ്സിൽ ഉണ്ടായി, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഇപ്പോഴത്തെ വിശേഷങ്ങൾ. ഞങ്ങൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷം ഞാനും ഉണ്ണി നടന്ന് ഞാൻ ഊല് തേക്കുമ്പോൾ ഒരാളോടൊക്കെ വർത്താനം പറയുന്നത് കണ്ടിട്ടുണ്ടെങ്കിൽ അത് ഉണ്ണി അപ്പുറത്തെ സൈഡ് ഇറയത്തിൻ്റെ അപ്പുറത്തെ സൈഡിൽ നിന്ന് ഉണ്ണിക്കുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ രണ്ടാളും വർത്താനം പറഞ്ഞിട്ടാണ് എണ്ണ തേക്കുന്നുണ്ടായിരുന്നത്. ഞാൻ ഈ സൈഡിൽ നിന്നും അവൾ ആ സൈഡിൽ നിന്നും എണ്ണ തേക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാനിപ്പോൾ ഈ നടക്കുന്ന നേരത്ത് ഞാൻ വീഡിയോയ്ക്ക് വേണ്ടി ഇങ്ങനെ കൊണ്ട് വെച്ചേക്കണ കാരണം ഉണ്ണി അധികം ഈ ലഞ്ചിന് ശേഷമുള്ള നടത്തത്തിൽ അത്ര അങ്ങോട്ട് ഇടപെട്ടില്ല കേട്ടോ. അല്ലെങ്കിൽ ഞങ്ങൾ രണ്ടാളും കൂടിയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് വർത്താനമൊക്കെ പറഞ്ഞിരിക്കാറ്.
അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ വീഡിയോയ്ക്ക് ലെങ്ത്ത് കൂടുതലാണെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് പ്ലീസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. കമൻറ്റ് ഇടാൻ മറക്കരുത്, ലൈക്ക് ഇടാൻ മറക്കരുത്. പുതിയൊരു വീഡിയോ വരേക്കും കാത്തിരിക്കുക. അതുവരേക്കും ബൈ ഗൈസ്.